നമസ്കാരം. ടി പി കേസ് പ്രതികൾക്ക് വേണ്ടി നടത്തിയ അസാധാരണ നീക്കം വിവാദത്തിൽ. ടി പി കേസ് പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ജയിൽ സൂപ്രണ്ടുമാർക്ക് ജയിൽ മേധാവി കത്തയച്ചതിൽ അവ്യക്തത തുടരുകയാണ്. അതിനിടെ വിശദീകരണവുമായി ജയിൽ ADGP ബൽറാം കുമാർ ഉപാധ്യായ രംഗത്ത് വന്നു. പ്രതികളെ വിട്ടയക്കാനുള്ള കത്തല്ലെന്നാണ് ADGP വ്യക്തമാക്കുന്നത്. മാഹി ഇരട്ടക്കൊല കേസിലും TP വധക്കേസിലെ മുഖ്യപ്രതികളായ കൊടിസുനി ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടിരുന്നു. മാഹി വധക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകിയാൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്നാണ് കത്തിൽ ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ കത്തിലെ വാചകങ്ങൾ അങ്ങനെ അല്ലെന്നതാണ് വസ്തുത. TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ സർക്കാർ നേരത്തെ നീക്കം നടത്തിയിരുന്നെങ്കിലും വിവാദമായതോടെ ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചത് എന്തിനെന്നതിൽ വ്യക്തതയില്ല. മാഹി ഇരട്ടക്കൊല കേസിൽ TP കൊലക്കേസിലെ പ്രതികളെ അടക്കം കോടതി വെറുതെ വിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ പ്രശ്നം ഉണ്ടോ എന്ന് അന്വേഷിച്ച് കത്തയച്ചതെന്നാണ് വിശദീകരണം. കത്തിൽ പരോളെന്നോ വിട്ടയക്കലെന്നോ വ്യക്തമാക്കാതെ വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ ജയിൽ സൂപ്രണ്ടിനുമാണ് കത്തയച്ചിട്ടുള്ളത്. അതിനിടെ സർക്കാർ നീക്കത്തിനെതിരെ വിമർശനവുമായി KK രമ MLA രംഗത്ത് വന്നു. പ്രതികളെ വിട്ടയക്കണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി അപ്പീൽ വാങ്ങണമെന്ന് KK രമ പറഞ്ഞു. 20 വർഷത്തേക്ക് TP കേസ് പ്രതികളെ വിട്ടയക്കരുതെന്നാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത്. എന്നാൽ പലപ്പോഴായി പരോൾ അടക്കം നൽകി അവരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമം നടത്തുന്നതെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കമെന്നും KK രമ ആരോപിച്ചു. പുറത്തുവിട്ടാൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടത് ജയിൽ സൂപ്രണ്ടുമാർക്കല്ലല്ലോ, ഇവിടുത്തെ പോലീസ് മേധാവികൾക്കാണല്ലോ. അവരാണല്ലോ തീരുമാനിക്കേണ്ടത്. അങ്ങനെയിരിക്കെ ഇങ്ങനെ ഒരു കത്ത് എന്ന് പറയുന്നത് അസാധാരണവും വളരെയധികം നിഗൂഢതയുള്ളതുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല. കാരണം പല പ്രാവശ്യം ഇത്തരം നടപടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. TK രജീഷ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിക്ക് 45 ദിവസമാണ് സുഖചികിത്സയ്ക്ക് വേണ്ടി ചികിത്സ അവധി കൊടുത്തിരിക്കുന്നത്. ചികിത്സയിലാണ് ഇപ്പോഴുള്ളത്. പലരെയും മറികടന്നുകൊണ്ട് TP കേസിലെ പ്രതികൾക്കാണ് ഇപ്പോൾ അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പരോളും കിട്ടും, സുഖചികിത്സ കിട്ടും, കള്ള് കിട്ടും, ഭക്ഷണം കിട്ടും. ഒരു പ്രശ്നവുമില്ല. ഇഷ്ടം പോലെ ലാവിഷായിട്ട് ജീവിക്കാനുള്ള സൗകര്യമാണ് ഈ സർക്കാർ ഈ TP കേസ് പ്രതികൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇനി സർക്കാരിന് 6 മാസം കൂടിയേ ഉള്ളൂ. അതിനിടയ്ക്ക് വിട്ടയക്കാനുള്ള പല നീക്കം നടത്തി, ഉള്ളിൽ കൂടെയുള്ള ശ്രമങ്ങൾ നടത്തി. അതൊന്നും വിജയിച്ചില്ല. ഞങ്ങൾ ഇതൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് പ്രതികളെ ഒന്ന് ബോധ്യപ്പെടുത്തുക, അവരെ ഒന്ന് സമാധാനിപ്പിക്കുക. ഇതാണ് ചെയ്യുന്നതെന്ന് KK രമ പറയുന്നു. സർക്കാരിന് ഭയമുണ്ടാകുമെന്നും KK രമ പറഞ്ഞു. അവരൊന്നും ഭരിക്കുന്ന കാലത്ത് ഈ പ്രതികളെ വിട്ടയക്കാനുള്ളതൊന്നും നടന്നിട്ടില്ലല്ലോ. ഇവരെന്താ പറയുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം. അല്ലാതെ ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കിയ ഒരാൾക്കും ആ 20 കൊല്ലത്തേക്ക് ഒരു ഇളവും പാടില്ലെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. സുപ്രീം കോടതിക്ക് മാത്രമേ ഇനി അത് തിരുത്താൻ സാധിക്കുകയുള്ളൂ. അത് നിലനിൽക്കെ ഇങ്ങനെ ഒരു നീക്കം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു കത്തിന്റെ ആവശ്യം എന്താണ്? എന്താണ് ഇതിന്റെ പിന്നിലെ വികാരം? അതാണല്ലോ വ്യക്തമാക്കേണ്ടത്. എന്തിനാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയത്? അങ്ങനെ നീക്കം നടത്താൻ വകുപ്പ് മന്ത്രി അറിയാതെ പറ്റുമോ എന്നും KK രമ ചോദിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP കേസ് പ്രതികളുടെ സഹായം ഉറപ്പിക്കാൻ അണിയറ നീക്കം സജീവമാണെന്നാണ് വിലയിരുത്തൽ. ഈ സമയത്ത് ഇവരെല്ലാം പുറത്തായിരിക്കും. എല്ലാവർക്കും പരോൾ നൽകാനാണ് നീക്കം. ഇതിനൊപ്പം ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതും പരിഗണനയിലുണ്ട്. തന്ത്രപരമായ നീക്കമാണ് നടക്കുന്നത്. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി TP കേസ് പ്രതികൾക്കെതിരെയുണ്ട്. എന്നാൽ സർക്കാരിന് 14 കൊല്ലം കഴിഞ്ഞാൽ ശിക്ഷയിൽ തീരുമാനമെടുക്കാമെന്നാണ് ചിലരുടെ വാദം. ഇതിനനുസരിച്ചാണ് നടപടികൾ. നേരത്തെ തന്നെ കൊടിസുനി അടക്കമുള്ളവർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ശ്രമം നടന്നിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ രഹസ്യ നീക്കം പൊളിച്ചതും മറുനാടന്റെ വാർത്തയാണ്. നിലവിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്ത് ലഭിച്ചിട്ടുണ്ട്. കത്തിൽ പരോളെന്നോ വിട്ടയക്കലെന്നോ വ്യക്തമാക്കാതെ വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് നൽകുന്നത് ശിക്ഷാ ഇളവിന്റെ സൂചനയാണെന്നാണ് വിവരം.